അല്ല എന്താണ് മോന് രാവിലെ തന്നെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് മറ്റേ ചാരിറ്റിൻ്റെ ബോക്സ് കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ രണ്ടാക്കും ലീവല്ല, എന്നാൽ പിന്നെ ഇന്നത്തെ ചാവടി പുറത്തുനിന്നാക്കാന്ന് എഴുതി. ഇപ്പോൾ കുറച്ച് കാലമായിക്കൊണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരൊറ്റ സ്പോട്ടുള്ളൂ കേട്ടോ. അവിടേക്കാണ് ഇന്നും ഞങ്ങൾ പോണത്. അവിടെ കുറച്ച് സ്പെഷ്യലാണ്. പണ്ട് മുതലേ ഫുജിയറുള്ള ആൾക്കാരൊക്കെ അറിയാം, കുറച്ച് മുമ്പ് മുതലേ ഉള്ള റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളേതായാലും അവിടേക്ക് എത്തി. ഇതാണ് അബു ഖാലിദ് റെസ്റ്റോറൻറ്റ് ഫുജിയറ. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് പുറത്ത്. അതുകൊണ്ട് പാർസൽ വാങ്ങിക്കൊണ്ടാകാൻ നോക്കുന്ന വണ്ടികളാട്ടോ. നമ്മളെ മാത്രമല്ല കേട്ടോ, അറബികൾ ഉൾപ്പെടെ ഇവിടുത്തെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഈ അബു ഖാലിദ് ഫുജിയറ. ഇതൊരു ഏതായാലും അല്ല, കുറച്ച് വെള്ളം കുടിച്ചാണ്ട് തുടങ്ങാൻ എഴുതി. അങ്ങനെ അതിൽ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് ഞങ്ങളവിടെ ഇരുന്നു. എനിക്കിവിടെ ഏറ്റവും ഫേവറേറ്റ് ഈ ബീഫും പിന്നെ ഇവിടുത്തെ ചിക്കൻ ചുക്ക കേട്ടോ. രണ്ടും സിംഗിൾ എടുക്കുകയാണെങ്കിൽ വെറും 5 ദിർഹംസ് മാത്രമേ ഉള്ളൂ. ഓർഡർ ചെയ്ത ഫുഡ് കിട്ടാൻ പിന്നെ അധികം സമയം നിൽക്കില്ല കേട്ടോ. പിന്നെ ഈ കടൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടല്ലേ, ഇത് നമ്മളെ നാട്ടിൻപുറത്തുള്ള ഒരു കടയിൽ കയറിയ മാതിരി ഒരു ഫീൽ കിട്ടും നമുക്ക്. ഇവിടുന്നു ഇന്റീരിയറും പഴയ ബെഞ്ചും ഡെസ്കും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല നൊസ്റ്റാൾജിക് ഫീലും കിട്ടും. അതേപോലെ തന്നെ ചെറിയ പൈസക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡും കിട്ടും. ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഒപ്പം വന്ന ആൾ അടിച്ച് പകുതിയായിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഫോണൊരു ഭാഗത്ത് കുത്തിച്ചാരിച്ചിട്ട് ഞാനും ഫുഡ് അടി തുടങ്ങി. ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ നോ കോംപ്രമൈസ് ആണ്. ഏറ്റെടുത്ത ദൗത്യമൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. റൂമിക്ക് തിരിച്ചു പോകുമ്പോൾ മാനു പറഞ്ഞു നമുക്ക് പുതിയ തലാലിലൊന്ന് കയറി കണ്ടിട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾ നേരെ തലാലിൻ്റെ ഉള്ളിൽ പോയി. കയറുമ്പോഴേ എനിക്ക് ഉറപ്പാണ് മാനൊന്നും വാങ്ങില്ല, ഞാൻ വാങ്ങും ചെയ്യുന്നു. അതിൻ്റെ വില്ല് അടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ചൂടായി. പിന്നെ ഞങ്ങൾ നേരെ വിട്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാൻ മറക്കും, പറ്റണവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തോട്ടോ, നേരം വേണ്ടേ.